എന്നാൽ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്ന സംഭവത്തിൽ പ്രതി വിജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നു പ്രതിയെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സ്വത്തുതർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും കൊലപ്പെടുത്തി എന്ന് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം മരിച്ച വൃദ്ധ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെ മാന്നാറിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശരണ്യ, വലിയ നാടിനെയൊക്കെ വലുതായി ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇയാൾ ഈ മാതാപിതാക്കളെ മർദ്ദിച്ചതിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനിരുന്ന ഒരു ദിവസം കൂടിയാണ്. ദീർഘനാളത്തെ ആസൂത്രണം ഉണ്ടായിരുന്നു ഈ കൊലപാതകത്തിന് എന്നും മനസ്സിലാകുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, വിജയനും മാതാപിതാക്കളുമായി ദീർഘനാളായിട്ടുള്ള ഒരു അതൃപ്തിയും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ആദ്യം ഈ മരണപ്പെട്ട രാഘവന്റെയും ഭാർഗവിയുടെയും ഒപ്പം ഇവർക്ക് 5 മക്കളാണ്. ഇതിൽ ഒരു മകന്റെ ഒപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ഇവരുമായിട്ടുള്ള ഒരു അസ്വാരസ്യത്തെ തുടർന്ന് അവർ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ വിജയൻ അവിടെ എത്തി. വിജയനും താമസിക്കാനൊക്കെ വന്നത്. സ്വത്തുതർക്കം തന്നെയാണ് പ്രധാനമായും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. കാരണം സ്വത്തുതർക്കം ഇവർക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് എഴുതി നൽകണം എന്നുള്ളൊരു ആവശ്യം വിജയൻ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു വഴക്കിനെ തുടർന്ന് ഇവരുടെ ഭാർഗവന്റെ കൈ വിജയന്റെ ആക്രമണത്തെ തുടർന്ന് കൈ ഒടിയുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ബന്ധപ്പെടുകയും ഈ പരാതികളുമായി പോവുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത്തരത്തിലൊരു കൊലപാതകം ചെന്നിത്തലയിൽ നടന്നു എന്നുള്ളതാണ്. ഈ വിജയൻ ഈ 2 പേരെയും പുലർച്ചയോടുകൂടി വീട്ടിൽ പെട്രോൾ ഒഴിച്ച് ആ വീടിന് തീ കൊളുത്തിയാണ് വൃദ്ധ ദമ്പതികളായ 2 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ പുലർച്ചയോടുകൂടി ആ വീട്ടിൽ നിന്നും ഒരു കസേരയും എടുത്ത് പുറത്തേക്ക് പോയ ഇയാളെ പിന്നീട് പോലീസ് കണ്ടെത്തുകയും ഇയാള് പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. നമ്മൾ ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇയാൾ പുറത്തേക്ക് പോയത് ആത്മഹത്യ എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു. ഒരുപക്ഷെ അയാളെ പോലീസ് അപ്പോൾ പോലീസിന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ അയാളും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തിരുന്നേ. എന്തായാലും അതിക്രൂരമായ സംഭവമാണ് ചെന്നിത്തലയിൽ ഇന്നലെ നടന്നത് എന്നുള്ളതാണ്. വിജയനെ രാവിലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് എത്തുകയും പിന്നീട് നിരന്തരം പോലീസ് ചോദ്യം ചെയ്യുകയുമായിരുന്നു. വൈകിട്ടോടുകൂടി പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ആ വീട് പൂർണ്ണമായി കത്തിപ്പോയിരുന്നു. അവിടെ എത്തി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം പിന്നീട് ഇപ്പോൾ രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമികമായ തെളിവെടുപ്പുകളടക്കം പോലീസ് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്രോൾ വാങ്ങിയ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ മദ്യം വാങ്ങാനായി പോയതിന്റെ CCTV ദൃശ്യം, മദ്യലഹരിയിലായിരുന്നു, മദ്യം വാങ്ങാനായി പോയതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി നടത്തേണ്ട തെളിവെടുപ്പ് പ്രക്രിയകൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവരിക. ഒപ്പം ഈ വൃദ്ധ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് വീട്ടിൽ നടക്കും. ശരണ്യ, ഈ വൃദ്ധ ദമ്പതികൾക്ക് ഈ മകനല്ലാതെ മറ്റു ബന്ധുക്കൾ പരിസരത്തൊക്കെ ഉള്ള അവരാണോ ഈ മൃതദേഹമൊക്കെ ഏറ്റുവാങ്ങി മറ്റ് സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്? നാട്ടുകാരും കഴിഞ്ഞ ദിവസം പ്രതിക്ക് നേരെ ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവരുടെയും ഒരു വലിയ പ്രതിഷേധം ആ ഭാഗത്തുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത്തരം പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഒന്ന്, ഇയാൾ നിരന്തരം വഴക്കിട്ടിരുന്ന ഒരാളായിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മരണം സംഭവിച്ച സമയത്ത് തന്നെ ഇയാളാകും ഇത് കൊലപാതകമാണ് എന്നുള്ള വാദം ആദ്യം ഉന്നയിക്കുന്നത് തന്നെ നാട്ടുകാരാണ്. കാരണം വെറും ഒരു തീപിടുത്തം ഉണ്ടാവില്ല, ഇന്നലെ രാത്രിയും അയാളെ അവിടെ കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. പക്ഷെ അതേസമയം ഈ വീട് പൂർണ്ണമായി കത്തിക്കഴിഞ്ഞാണ്. കാരണം പുലർച്ചെയാണ് തീ വെച്ചത്. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. രാവിലെ അയൽവാസിയായ ആളാണ് ഈ വീടിന്റെ അവിടെ നിന്നും തീ പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ നാട്ടുകാർ ആ തീ അണയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ അടുത്തുണ്ട്, വേറെയും മക്കളുണ്ട്. അപ്പൊ അവരാണ് ഇന്ന് മൃതദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷം
അവിടെ തന്നെയാണ് സംസ്കാര നടപടികൾ ഉണ്ടാവുക. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചു. കാരണം ഈ മൃതദേഹം പൂർണ്ണമായി കത്തിയ അവസ്ഥയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കുറച്ച് വൈകിയാണ് നടന്നത്. അതിനുശേഷം ഇത് പൂർത്തീകരിച്ചിട്ടാണ് പിന്നീട് ഇന്നലെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി. ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം അവർക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ സംസ്കാര നടപടി നടക്കും. ബാക്കി വേറെ മക്കളും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഇവര് പ്രായത്തിൻ്റെതായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ മക്കളുമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പലരുമായിട്ടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് മറ്റൊരു മകൻ നിന്നിരുന്ന ആളും അത്തരത്തിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയതിനു ശേഷമാണ് പിന്നീട് ഈ വിജയൻ, ഇയാൾ വിവാഹിതരൊന്നുമല്ല, ഇയാൾ അവിടെ വന്ന് ഒറ്റയ്ക്കാണ് വിജയൻ വന്ന് ഇവരുടെ കൂടെ താമസിച്ചത്. അയാളുമായും നിരന്തരം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വത്ത് തർക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സ്വത്ത് തർക്കമാണ് ഇത്രയും വലിയൊരു അരുങ്കൊലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ദാരുണമായ സംഭവമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം ഇത്തരം വാർത്തകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അപകടങ്ങൾ ഒക്കെ വല്ലാതെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും അതീവ ദുഃഖകരമായ കാര്യമാണ്.